ഹലോ, നമുക്കിന്നൊരു ഗാർലിക് അച്ചാർ ഉണ്ടാക്കിയാലോ? നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇല്ല. ഇപ്പം പച്ചമുളക് അവൈലബിൾ അല്ല, അതേപോലെ തന്നെ കരിവേപ്പില ഇല്ല. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ എന്താ പറയാ കൊണ്ടുവന്ന കരിവേപ്പില പോലും എല്ലാം തീർന്നു. ഇപ്പം നമ്മളുടെ കയ്യിൽ ആകെ ഇഞ്ചിയുണ്ട്, ഉലുവയുണ്ട്, കടുകുണ്ട്, അങ്ങനെ കുറച്ച് പൊടികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു റെസിപ്പിയാണ്. ഞാനൊരു അച്ചാറ് ഭയങ്കര ക്രേസുള്ള ഒരാളാണ്. അപ്പം അതിന് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും ആയിട്ട് ഞാൻ അച്ചാർ കഴിക്കുന്നില്ല. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറൊക്കെ അപ്പം തന്നെ തീർന്നു പോയി. കാരണം ഒരു മാസം അത് കഷ്ടിച്ചിരുന്നോ എന്ന് പോലും അറിയില്ല. നമ്മൾ രണ്ടുപേരുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചാറൊക്കെ തീർന്നത് കൊണ്ട് ഒരു തവണ നമ്മൾ വിചാരിച്ചു, ഓക്കെ നമുക്ക് ഗാർലിക് അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അമ്മ ഇതുപോലെ ഗാർലിക് അച്ചാർ ഉണ്ടാക്കി നമുക്ക് തന്നായിരുന്നു. അത് കഴിച്ചപ്പോൾ തൊട്ട് ഒരു ഗാർലിക് അച്ചാർ കഴിക്കാൻ ഒരു ക്രേവിങ്സും ഭയങ്കര അഡിക്ഷനും ഒക്കെ തോന്നിയിട്ട് ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു തവണ ട്രൈ ചെയ്തു. അത് ഇഷ്ടമായി. അന്ന് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ പച്ചമുളക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തവണ നമ്മൾ ചെയ്തപ്പോൾ. പക്ഷെ നമ്മൾ സിറ്റി മാറി പുതിയൊരു സിറ്റിയിലോട്ട് വന്നപ്പോൾ ഇൻഗ്രീഡിയൻസിന് ഷോർട്ടേജ് ഉണ്ടായി. അപ്പം എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ സാധനങ്ങൾ കുറവാണ്. അപ്പം ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് അച്ചാറായിരിക്കും. നമുക്ക് നോക്കാം. ആദ്യം ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കടുകും ഉലുവയും ചേർത്ത് അതൊന്ന് പൊട്ടിക്കുക. ശേഷം അതിലോട്ട് ഇഞ്ചി ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലോട്ട് ആഡ് ചെയ്യുക. ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റുക. പിന്നീട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഒന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ജാഗ്രി പൗഡർ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യും. അപ്പോൾ എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഗാർലിക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ജ്യൂസ്